അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെയും വിദ്യാർത്ഥികളുടെയും എക്കാലത്തെയും വലിയ സ്വപ്നമാണ് H1B വിസ. എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഈ വിസ ചട്ടങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ പ്രൊഫഷണലുകളെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്ക ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്കിടയിൽ ശക്തമാണ്. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ US അംബാസഡറായ സെർജിയോ ഗോർ. അമേരിക്കയുടെ പുതിയ വിസ പരിഷ്കാരങ്ങൾ ഇന്ത്യക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് US അംബാസഡർ പറഞ്ഞത്? പുതിയ മാറ്റങ്ങൾ ഇന്ത്യൻ പ്രൊഫഷണലുകളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. വാർത്താ ഏജൻസിയായ IANS-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് US അംബാസഡർ സെർജിയോ ഗോർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ പരിഷ്കാരങ്ങളുടെ ഭാഗം മാത്രമാണ് H1B വിസയിലെ ഈ മാറ്റങ്ങളെന്നും ഇതിനെ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുള്ള ഒന്നായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. H1B വിസയിലെ മാറ്റങ്ങൾ ഭരണകൂടത്തിന്റെ വിശാലമായ കുടിയേറ്റ പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമാണ്. ഇത് ഇന്ത്യക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ഒന്നായി കാണരുത് എന്നാണ് സെർജിയോ ഗോർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇന്ത്യയിൽ ഇത്രയധികം ചർച്ചയാകുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ കമ്പനികൾക്ക് സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ വിദേശികളായ വിദഗ്ധ തൊഴിലാളികളെ നിയമിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് H1B വിസ. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തുവിട്ട 2025 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം H1B വിസയ്ക്ക് അംഗീകാരം ലഭിച്ചവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. എന്തൊക്കെയാണ് H1B വിസയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് H1B വിസയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണ്. മുൻപ് നടപ്പിലാക്കിയിരുന്ന സാധാരണ ലോട്ടറി സമ്പ്രദായത്തിന് പകരം പുതിയ സാമ്പത്തിക വർഷം മുതൽ വേതനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഉയർന്ന ശമ്പളമുള്ള ജോലിക്കായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് തിരഞ്ഞെടുപ്പ് പൂളിൽ കൂടുതൽ മുൻഗണന ലഭിക്കും. നേരെ മറിച്ച് എൻട്രി ലെവൽ ജോലികൾക്കും കുറഞ്ഞ ശമ്പളമുള്ള തസ്തികകൾക്കും വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കൂടുതൽ വൈദഗ്ധ്യമുള്ള ഉയർന്ന ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണലുകളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാന തർക്ക വിഷയം പുതിയ H1B പെറ്റീഷനുകൾക്ക് ഏർപ്പെടുത്തിയ $1,00,000 പേയ്മെന്റ് ആവശ്യകതയായിരുന്നു. എന്നാൽ ഈ മാസം ആദ്യം മസാച്യുസെറ്റ്സിലെ US ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതി ഈ നയം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കിയിരുന്നു. എങ്കിലും ഈ വിഷയം ഇപ്പോഴും നിയമപരമായ തർക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷകരും കമ്പനികളും ഇപ്പോഴും വലിയ ജാഗ്രതയിലാണ്. ഇത് ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. പുതിയ വേതനാധിഷ്ഠിത സമ്പ്രദായം എല്ലാവരെയും ഒരുപോലെയല്ല ബാധിക്കുക. ഉയർന്ന ശമ്പളമുള്ള US-ൽ നിന്ന് ഉന്നത ബിരുദം നേടിയ അല്ലെങ്കിൽ പ്രത്യേക നൈപുണ്യമുള്ള സീനിയർ പ്രൊഫഷണലുകൾക്ക് ഇപ്പോഴും മികച്ച അവസരങ്ങൾ ലഭിക്കും. എന്നാൽ ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ പഠിച്ചിറങ്ങിയവർ, എൻട്രി ലെവൽ ജീവനക്കാർ, വൻതോതിൽ ആളുകളെ നിയമിക്കുന്ന ഔട്ട്സോഴ്സിംഗ് IT കമ്പനികൾ എന്നിവർക്ക് മുന്നോട്ടുള്ള വഴി പ്രയാസമായിരിക്കും. USCIS കണക്കുകൾ പ്രകാരം മുൻവർഷത്തെ 3,43,981 അപേക്ഷകളിൽ നിന്ന് പുതിയ സീസണിൽ അപേക്ഷകരുടെ എണ്ണം 38.5% കുറഞ്ഞ് ഏകദേശം 2,11,600 ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ വ്യക്തമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ US മാസ്റ്റേഴ്സ് ബിരുദമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കുറഞ്ഞ ശമ്പള വിഭാഗത്തിലുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. H1B വിസയുടെ വാതിലുകൾ അടയുന്നില്ല, പക്ഷേ അത് കൂടുതൽ കഠിനവും ശമ്പളവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കുടിയേറ്റ കാര്യങ്ങൾക്കൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം അന്തിമഘട്ടത്തിലാണെന്നും അംബാസഡർ സെർജിയോ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെട്ടതായും ഇപ്പോൾ കരാറിന്റെ നിയമപരമായ കാര്യങ്ങളിലാണ് ചർച്ച നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീഗറും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. ലണ്ടനിൽ നടന്ന ഇന്ത്യൻ ഗ്ലോബൽ ഫോറത്തിൽ സംസാരിക്കവേ US-ഉമായുള്ള വ്യാപാര കരാർ വളരെ അടുത്താണെന്ന് പീയൂഷ് ഗോയൽ സ്ഥിരീകരിച്ചു. എന്നാൽ വിയറ്റ്നാം, തായ്ലൻഡ്, ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ മറ്റ് നിർമ്മാണ സാമ്പത്തിക വ്യവസ്ഥകളെക്കാൾ ഇന്ത്യക്ക് വ്യക്തമായ നികുതി ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ കരാർ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കയറ്റുമതിക്കാർക്ക് മുൻഗണന ലഭിക്കണമെന്നാണ് ന്യൂഡൽഹിയുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ ഈ പുതിയ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വ്യാപാര ചർച്ചകളും കുടിയേറ്റ നയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ
വലിയ സൗഹൃദത്തെ ബാധിക്കാതിരിക്കാൻ US ശ്രമിക്കുന്നുണ്ട്. H1B വിസയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴും അത് ഇന്ത്യക്കാരെ മാത്രം ലക്ഷ്യം വച്ചല്ല എന്ന് അമേരിക്ക ആവർത്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എങ്കിലും ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് മുന്നിലുള്ള വഴി കൂടുതൽ ഇടുങ്ങിയതായി മാറിയിരിക്കുകയാണ് എന്നത് വ്യക്തമാണ്. ഇനി മുതൽ ഉയർന്ന യോഗ്യതയും മികച്ച ശമ്പളവും ഉള്ളവർക്ക് മാത്രമേ അമേരിക്കയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് എല്ലാവരും മനസ്സിലാക്കണം.